താമരശ്ശേരിയിൽ നിന്ന് പിടിയിലായ ഫായിസിന്റെ വയറ്റിൽ നിന്നുള്ള MDMA അവിടെ MDMA വിഴുങ്ങിയതിനു ശേഷം അത് MDMA തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണമായിരുന്നു. അപ്പോൾ ഈ MDMA കണ്ടെത്തിയിരിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്കാനിങ്ങിലാണ് MDMA കണ്ടെത്തിയത്. ഇന്നലെ പോലീസ് പിടിയിലായ ഇയാൾ MDMA വിഴുങ്ങുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകാം. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരും. ഫൈസൽ, ഗുഡ് മോർണിംഗ്. ജിൽസി, ഗുഡ് മോർണിംഗ്. ഫൈസൽ, എന്തായാലും MDMAയുമായി പിടിച്ചപ്പോൾ ജീവനിൽ പോലും ഭയമില്ലാതെയാണ് അത് എങ്ങനെയെങ്കിലും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിഴുങ്ങിയത്. ഇനിയിപ്പോൾ വിഴുങ്ങിയത് MDMA തന്നെയാണോ എന്നുള്ള കണ്ടെത്തലുകളായിരുന്നു വേണ്ടിയിരുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെ ലഭിക്കുമെന്ന്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസം പോലും കോഴിക്കോട് നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തയില്ലാത്ത ദിവസങ്ങൾ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താമരശ്ശേരി ലഹരിയുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു എന്നുള്ള ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5:30 ഈ ഫായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ MDMA വിഴുങ്ങുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇയാൾ 4 ദിവസം മുമ്പാണ് വിദേശത്ത് നിന്നെത്തിയത്. വീട്ടിലെത്തിയ ഉടനെ വീട്ടിലുള്ള ഉമ്മയെയും സഹോദരിമാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ ഭീഷണി നാട്ടുകാരാണ് ഈ ഭീഷണിപ്പെടുത്തിയത് പോലീസിന് വിവരം അറിയിക്കുന്നത്. ഈ പോലീസ് എത്തുന്ന സമയത്താണ് ഈ MDMAയുമായി ഈ ഫായിസ് വീട്ടിൽ നിന്ന് പറമ്പിലേക്ക് ഓടുന്നതും അതിനെ തുടർന്ന് പിന്നീട് ഈ MDMA വിഴുങ്ങുകയും ചെയ്തത്. ഇത് വിഴുങ്ങിയത് MDMA ആണോ എന്നുള്ള കാര്യത്തിൽ സംശയം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാരാണ് ഈ വിഴുങ്ങി എന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് പോലീസിന്റെ സംശയത്തെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇത് MDMA ആണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു പറഞ്ഞത്. രാത്രിയോടുകൂടി തന്നെ ഈ സ്കാനിംഗ് എല്ലാം പൂർത്തിയായി. ഇപ്പോൾ ഈ വിഴുങ്ങിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ ഈ വയറ്റിൽ തരി പോലുള്ള എന്തോ ഒരു വസ്തു ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. MDMA തന്നെയാണ് ഈ ഫായിസ് വിഴുങ്ങിയത് എന്നുള്ള ഒരു കാര്യം. നമുക്കറിയാം, ഈ 2 ആഴ്ച മുമ്പാണ് താമരശ്ശേരിയിൽ തന്നെ ഷാനിദ് എന്ന് പറയുന്ന ഒരു യുവാവ് MDMA വിഴുങ്ങി മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതെന്തായാലും അറിയാതിരിക്കില്ല. ഇത് ഇനി സ്വയം രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണോ ഇത്തരത്തിൽ MDMA വിഴുങ്ങിയത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വേണ്ടി ഈ പറയുന്ന ഫായിസ് ഇന്നലെ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ആദ്യം പോലീസിനോട് ആദ്യം ഇയാൾ സമ്മതിച്ചെങ്കിലും പിന്നീട് ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഇത് MDMA അല്ല, ഞാൻ MDMA വിഴുങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം തീർത്തും പോലീസിനോടും ഡോക്ടർമാരോടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇതിലൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഫായിസിനെ പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ആശുപത്രി അധികൃതർ കടക്കും. ഇത് MDMA ആണ്. ഇതിന്റെ അളവ് ഇനി തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ അളവിൽ MDMA ആണ് വയറ്റിൽ ചെന്നിട്ടുണ്ട് എന്നെങ്കിൽ ഒരുപക്ഷെ ജീവന് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇത് നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ ഒരു സംഭവം നമ്മൾ കണ്ടതുമാണ്. കൂടുതൽ അളവിലുള്ള MDMA വയറ്റിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഇത് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടിയും ഗൗരവത്തോടും കൂടി തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതരും ഇതിനെ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകളൊക്കെ ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് MDMA അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ 18 അടവും പയറ്റിയെങ്കിലും അതിപ്പോൾ MDMA ആണെന്നുള്ള കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ തുടർ നടപടികളൊക്കെ നേരിടുക എന്നുള്ളതാണ് പ്രതിക്ക് മുന്നിലുള്ള വഴി.